ഈ അനന്തൻകാടിൽ വച്ചിട്ട് ഈ മനഃശക്തി കൊണ്ടുണ്ടാക്കിയ ആഭിചാരം കൊണ്ടുണ്ടായ ശക്തിയെ അതിനെ ശരിക്കും ആവാഹിക്കും, അതൊന്ന് ഒഴിപ്പിക്കും. ഈ അനന്തൻകാട് ഇപ്പോഴും ഉണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ലോഗോ നോക്കിയാലേ അതിൽ പാമ്പിൻ്റെ പടം കാണാം. ഇത് ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് എടുത്തതാണ്. ഈ ഗ്രീക്ക് മിത്തോളജിയിൽ ഇത് എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ പൗരാണിക നാഗസങ്കല്പത്തിൽ നിന്നാണ് ഇത് വന്നത്. 2 നാഗങ്ങൾ ഇഴപിരിഞ്ഞ് ഒറ്റ തലയായി വന്നു നിൽക്കുന്നതാണ് പൗരാണിക നാഗവിഗ്രഹം. വൈദ്യം നോക്കിയിട്ട് പറയും ഇത് മരുന്ന് കൊണ്ട് മാറുന്നതല്ല, കാരണം മനഃശക്തി കൊണ്ടുണ്ടാക്കിയ രോഗമാണ്. മന്ത്രം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് വിശകലനം ചെയ്യപ്പെടുന്നത് മോഡേൺ സയൻസിലാണ്. മനനാത് ത്രായതേ ഇതി മന്ത്ര എന്ന്. മനനം എന്നാൽ ശാസ്ത്രദൃഷ്ടി. ഇപ്പോൾ ഞാൻ താങ്കളുടെ മുന്നിൽ ഒരു ഗ്ലാസ് വെള്ളം വച്ചിട്ടെ ഇതുപോലെ പ്രകൃതിയിലെ സർവ്വ രോഗശക്തികളെയും, രോഗശക്തി 3 വിധത്തിലാണ്. ആണുണ്ട്, പെണ്ണുണ്ട്, നപുംസക ശക്തി. അതെങ്ങനെയാണ് ഈ രോഗശക്തികൾ വ്യത്യസ്തമാണത്? ഞാൻ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി ഇത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അത്രേ നമുക്ക് അറിയൂ. എന്തോ ഒരു എന്താ പറയുക, ഒരു ചേർച്ച വരുന്നു, എവിടെയോ കണ്ടുമറുന്ന ഒരു വൈബ്രേഷൻ വരും. യെസ്. ഈ പ്രവർത്തനങ്ങൾ പണ്ടും ഇവിടെ നടന്നിരുന്നു. പണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു 2000-3000 വർഷങ്ങൾക്ക് പിന്നിൽ. 2000 വർഷങ്ങൾ മുമ്പ്. യെസ്. അതാണ് എനിക്ക് കിട്ടിയ ആ ഒരു നിർദ്ദേശം. എങ്ങനെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒമാനിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്ന അതേ ഗുരു തന്നെയാണ് എന്നെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചതും. കാരണം എനിക്ക് ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങ് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഓരോ ആശയങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ ഞാൻ അതിൻ്റെ സാധുത പല സോഴ്സുകളിലൂടെ തിരക്കുമ്പോൾ ഈ നാട്ടിൻ്റെ പേര് പൂവത്തൂർ എന്നാണ്, ഈ വില്ലേജിൻ്റെ പേര്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലെ ചരിത്രപരമായ പേര് പൂപത്തൂർ എന്നാണ്. പൂപത്തൂർ. ഇപ്പോൾ അല്പം കൂടെ ഹിസ്റ്ററി ഞാൻ പഠിച്ചു നോക്കിയപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പൗരാണിക നാമം അനന്തൻകാടെന്നായിരുന്നു. അനന്തൻകാട് അനന്തപുരമായി, അനന്തപുരം പിന്നെ തിരുവനന്തപുരമായി. ഇതാണ് അതിൻ്റെ ഒരു മാറ്റം. ഈ അനന്തൻകാട് ഇപ്പോഴും ഉണ്ട്. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചേർന്ന് ഒരു സർപ്പക്കാവുണ്ട്. ആ സർപ്പക്കാവിൻ്റെ പേര് അനന്തൻകാടെന്നാണ്. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ലോഗോ നോക്കിയാലേ അതിൽ പാമ്പിൻ്റെ പടം കാണാം, ഇല്ലേ? 2 പാമ്പുകൾ ഇങ്ങനെ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരൊറ്റ പടം അതാണ്. പിന്നെ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ 2. ഇത് ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് എടുത്തതാണ്. ഈ ഗ്രീക്ക് മിത്തോളജിയിൽ ഇത് എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ പൗരാണിക നാഗസങ്കല്പത്തിൽ നിന്നാണ് ഇത് വന്നത്. 2 നാഗങ്ങൾ ഇഴപിരിഞ്ഞ് ഒറ്റ തലയായി വന്നു നിൽക്കുന്നതാണ് പൗരാണിക നാഗവിഗ്രഹം. അത് നമ്മുടെ ദേഹത്തിലെ തന്നെ ഇളാപിംഗ്ല നാഡികളാണ്. അപ്പോൾ ഇളാപിംഗ്ല നാഡികൾ എപ്പോഴും സൗമ്യമായി ഹാർമോണിയസായിട്ട് പ്രവർത്തിക്കുമോ അപ്പോൾ ആ ശരീരം രോഗ ഇല്ലാത്ത സുഖാവസ്ഥയാണ്. എപ്പോഴെങ്കിലും ഇതിനൊരു ഡിസ്റ്റർബൻസ് വന്നാൽ അത് രോഗാവസ്ഥയാണ്. മനസ്സിലാവുന്നില്ല? അപ്പോൾ ഈ ശരീരത്തിലെ രോഗം 2 തരത്തിൽ വരാം. ഒന്ന് ക്ഷയം കൊണ്ട് വരാം. ക്ഷയം വെച്ചാൽ ക്ഷീണം കൊണ്ട്, ആഹാരത്തിൻ്റെയോ വെള്ളത്തിൻ്റെയോ ചൂടിൻ്റെയോ അഭാവം കൊണ്ട് രോഗം വരാം. പിന്നീട് ആഭിചാരം കൊണ്ടും വരാം. ഈ മനഃശക്തി കൊണ്ട് മറ്റൊരു ശരീരത്തിൽ രോഗം വരുത്താൻ കഴിയും. അത് പറഞ്ഞാൽ വിശ്വസിക്കൂ? ഇന്നത്തെ കാലത്തുള്ള ആളുകൾ ആരും വിശ്വസിക്കാറില്ല. എന്തായാലും ശാസ്ത്രീയമായി പഠിക്കുന്നവർക്കറിയാം മനസ്സിന് അപാരമായ ശക്തിയുണ്ടെന്ന്. അപ്പം മനഃശക്തിയെ വളരെ വ്യക്തമായി ഉപയോഗിച്ചിരുന്ന, വളരെ സാങ്കേതികമായി ഉപയോഗിച്ചിരുന്ന ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു. ആ മനസ്സിൻ്റെ ശക്തിയെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിനെ സത് മന്ത്രവാദമെന്നും, ചീത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് പർപ്പസിന് ഉപയോഗിക്കുമ്പോൾ അതിന് ദുർമന്ത്രവാദമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സർജിക്കൽ ബ്ലേഡ് ഒരു സർജൻ്റെ കയ്യിലിരുന്നാൽ അയാളത് ഒരു ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുമ്പോൾ അത് സദ്മന്ത്രവാദം, സത്പ്രവൃത്തി. എന്നാൽ അദ്ദേഹം എന്തെങ്കിലും ദുഷ്ടലാക്കോടുകൂടി ആ കത്തി ഉപയോഗിച്ചാലോ ദുഷ്പ്രവൃത്തി. അപ്പോൾ സത്പ്രവൃത്തിയും ദുഷ്പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്ന ആ ഒരു പർപ്പസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ടൂൾ ഒന്ന് തന്നെയാണ്. ഇതുപോലെ പണ്ട് കാലങ്ങളിൽ ഈ പെട്ടെന്ന് കൊട്ടാരത്തിൽ ഒരാളിനൊരു ഇളം തലമുറയിലെ പയ്യനോ അല്ലെങ്കിൽ കുട്ടിക്കോ ഒരു ക്ഷയരോഗം വരികയാണ്. പെട്ടെന്ന് വൈദ്യം നോക്കിയിട്ട് പറയും ഇത് മരുന്ന് കൊണ്ട് മാറുന്നതല്ല, കാരണം മനഃശക്തി കൊണ്ടുണ്ടാക്കിയ രോഗമാണ്. പണ്ടത്തെ കാലത്ത് ചികിത്സകൾ മരുന്നും മന്ത്രവുമായിരുന്നു.
ഇന്ന് ക്വാണ്ടം ഹീലിംഗ് എന്നുള്ള രീതിയിൽ അതെ വെസ്റ്റേൺ വേൾഡ് വളർത്തിക്കൊണ്ട് വരുന്നത് പൗരാണിക ഭാരതത്തിൻ്റെ ചികിത്സാ സംവിധാനമാണ്. ശരീര മനസ്സോ യോഗോ പരസ്പരം അനുവർജയത്. സുശ്രുതൻ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ശരീരം മാറ്ററും മൈൻഡ് എനർജിയും. അപ്പോൾ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള ഒരു ചേർച്ചയാണ് നമ്മുടെ ശരീരം. അതുകൊണ്ടാണ് ശരീരത്തിന് മരുന്നും മനസ്സിന് മന്ത്രവും കൊടുത്തിരുന്നത്. മന്ത്രം എന്ന് കേട്ട ഉടനെ ആൾക്കാർ പെട്ടെന്ന്, ഇപ്പോൾ നമ്മളെ നറേഷൻ എന്താണ്, ജഗതി ശിവകുമാറാണ്, തലയിൽ കെട്ടുമോ കെട്ടിയിട്ട് ജീവിതമാണ് എന്ന് പറയുന്ന ആ രീതി അത്ര മോശമായാണ് പൗരാണിക ശാസ്ത്രത്തിൽ നമ്മളെ പഠിപ്പിച്ചത്. മന്ത്രം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് വിശകലനം ചെയ്യപ്പെടുന്നത് മോഡേൺ സയൻസിലാണ്. മനനാത് ത്രായതേ ഇതി മന്ത്ര എന്നാണ്. മനനം എന്നാൽ ശാസ്ത്രദൃഷ്ടി. ഇപ്പോൾ ഞാൻ താങ്കളുടെ മുന്നിൽ ഒരു ഗ്ലാസ് വെള്ളം വച്ചിട്ടെ ഇത് വെള്ളമാണോ എന്ന് കടുപ്പിച്ച് ചോദിച്ചാൽ താങ്കൾ എന്ന് മറുപടി പറയും വെള്ളമാണോ? ഓക്കെ, ശാസ്ത്രദൃഷ്ടിയാൽ നോക്കിയാലോ? മോളിക്യൂൾസ്. ഓക്കെ, H2O എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും അല്ലേ അത്? അപ്പോൾ വെള്ളമോ? അല്ല. അതാണ് മനനദൃഷ്ടിയാൽ നോക്കുമ്പോൾ, ശാസ്ത്രദൃഷ്ടിയാൽ നോക്കുമ്പോൾ അതിൻ്റെ സൂക്ഷ്മാവസ്ഥയിലേക്ക് മനസ്സ് മാറും, അറിവ് മാറും. അപ്പോൾ ആ എക്സിസ്റ്റിംഗ് ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും. അപ്പോൾ വെള്ളത്തിൻ്റെ ഐഡൻറ്റിറ്റി ത്രാണനം ചെയ്തു, അവിടെ 2 ഗ്യാസായി. ഇങ്ങനെ ഓരോ മോളിക്യൂളിനെയും നമുക്ക് ആഴത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന മനസ്സിന് അപാരമായ ശക്തിയും ഉണ്ടാവും. അതൊരു വേറൊരു ട്രെയിനിങ്ങാണ്. ഇപ്പോൾ മനഃശക്തി കൊണ്ടൊരു രോഗം ഒരു കുട്ടിക്ക് ഉണ്ടാക്കിയാൽ മരുന്നിൻ്റെ ശക്തി കൊണ്ടത് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരു രോഗം തെളിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് കൊട്ടാരത്തുനിന്ന് മെസ്സഞ്ചർ പോകുന്നത് മരുത്വാമല, തിരുവണ്ണാമല, അഗസ്ത്യർകൂടം, ഈ 3 സ്ഥലങ്ങളിലാണ് അന്ന് ഗുരുക്കന്മാർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതിലേതെങ്കിലും ഒരു ഗുരു ഇവിടെ വരുന്നു, ഈ അനന്തൻകാടിൽ വച്ചിട്ട് ഈ മനഃശക്തി കൊണ്ടുണ്ടാക്കിയ ആഭിചാരം കൊണ്ടുണ്ടായ ശക്തിയെ അതിനെ ശരിക്കും ആവാഹിക്കണം, അതൊന്ന് ഒഴിപ്പിക്കും. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അല്ലേ? ഊർജ്ജത്തെ ഉണ്ടാക്കാനും നശിപ്പിക്കാനും ഒക്കില്ല. പിന്നെയോ ഈ ഫോൺ ഫോം ഓഫ് എനർജി ചേഞ്ചസ്, ഇറ്റ് വിൽ അപ്പിയർ ഇൻ അനദർ ഫോം. അപ്പോൾ ഈ എടുക്കുന്ന ഊർജ്ജത്തെ ഒരു തേങ്ങയിലോ മരോട്ടിക്ക എന്നൊരു ഇതുണ്ട്, കേട്ടിട്ടുണ്ടോ? മരോട്ടി എണ്ണ എടുക്കുക. ഈ എണ്ണക്കുരുവിൽ ഏതിലെങ്കിലും ഒന്നിനെ ആവാഹിച്ചിട്ട് അതുകൊണ്ട് സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് നമ്മുടെ പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ അതേ പാരമ്പര്യമുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അതേ പാരമ്പര്യമുള്ള ക്ഷേത്രമാണത്. എന്നിട്ട് ചില ഗ്രഹനിലകൾ ഒത്തുവരുമ്പോൾ ഇവർ ഒരു പന്തവും കൊളുത്തി അവിടെ നിന്ന് ഈ രാത്രിയുടെ ചില യാമങ്ങളിൽ ഈ ശേഖരിച്ചിരിക്കുന്ന ഊർജ്ജത്തെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് ഈ പന്തം കുത്തി നിർത്തും. ആ പന്തം കുത്തുന്ന വിളയാണ് പന്തം വിള. അവിടെ വച്ച് ഈ എണ്ണക്കുരുവിൽ നിന്ന് ഇതിനെ വീണ്ടും ആവാഹിച്ച് ഏതെങ്കിലും കൽപ്പങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കും. ഇത് എന്ന് പറയുമ്പോൾ കൽപ്പം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയെ പോസിറ്റീവാക്കി മാറ്റാൻ കഴിയുന്ന, പ്രത്യേകിച്ചും രോഗകാരകമായ ശക്തിയെ പോസിറ്റീവാക്കി മാറ്റുന്ന പ്രവൃത്തി ചെയ്യുന്ന ചെടികളെയാണ് കൽപ്പങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത് പറഞ്ഞാൽ തോന്നുവേ ഇതൊരു എക്സാജറേഷനാണ്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നുണ്ടല്ലോ, ഇല്ലേ? വിഷമല്ലേ നമുക്കത്? ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്രകൃതിയിൽ സ്വീകരിക്കുന്ന പ്രധാന സോഴ്സ് ഏതാ? മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ. അവരാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്ത് വിഷത്തെ എടുത്തിട്ട് വീണ്ടും ഓക്സിജനെ തിരിച്ചു തരുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് അഴുകിയ മാംസം ഇരുന്നാൽ നമുക്കിവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഈ അഴുകിയ മാംസത്തെ എടുത്ത് ഒരു നാരകത്തിൻ്റെയോ ആപ്പിൾ ചെടിയിലോ മൂട്ടിൽ കുഴിച്ചിട്ടാൽ മാസങ്ങൾ കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ഒരു ഫ്രൂട്ട് പറിച്ചെടുക്കാൻ പറ്റും. എന്താണ് ഈ ഫ്രൂട്ട്? ഈ അഴുകിയ മാംസമാണ്. ഇതിനെ കൺവെർട്ട് ചെയ്താണ് വളമാക്കി ഇത് നമുക്ക് ഫലമാക്കി തിരിച്ചു തരുന്നത്. ഇതുപോലെ പ്രകൃതിയിലെ സർവ്വ രോഗശക്തികളെയും, രോഗശക്തി 3 വിധത്തിലാണ്: ആണുണ്ട്, പെണ്ണുണ്ട്, നപുംസക ശക്തിയുണ്ട്. അതെങ്ങനെയാണ് ഈ രോഗശക്തികൾ വ്യത്യസ്തമാണത്? ഞാൻ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി ഇത് മാത്രമേ കേട്ടു. അത്രയും നമുക്ക് അറിയൂ. ഇതിൻ്റെ ഇനങ്ങൾ ആൺ സ്വഭാവം കാണിക്കുന്ന രോഗശക്തിയുണ്ട്, പെൺ സ്വഭാവം കാണിക്കുന്ന രോഗശക്തിയുണ്ട്, ഇത് രണ്ടുമല്ലാത്ത രോഗശക്തിയുണ്ട്. അപ്പോൾ അത് വേറൊരു തലം, മന്ത്രതലത്തിലേക്ക് പോകണം. അപ്പോൾ ഇതിൻ്റെ ഗുണത്തിനനുസരിച്ചിട്ട് അതാത് കൽപ്പങ്ങളിലേക്ക് ഇതിനെ വീണ്ടും സന്നിവേശിപ്പിക്കും. അതായത് ഈ ആണിനെ ആൺകൽപ്പത്തിലേക്ക് അങ്ങനെ വേപ്പ് കൂടുതലും ഈ ആൺ ശക്തി രോഗശക്തി സ്വീകരിക്കുന്നതാണ്, പാല പെൺശക്തിയെ സ്വീകരിക്കുന്നതാണ്, ചാര് നപുംസക ശക്തിയെ സ്വീകരിക്കുന്നതാണ്. ഇങ്ങനെ പല രോഗങ്ങൾക്ക് കാരണമാകുന്ന ശക്തികളെ സ്വീകരിക്കാൻ പ്രാപ്തിയുള്ള
കൽപ്പങ്ങൾ 10 പൂക്കൾ 10 പൂക്കൾ വളരെ സമൃദ്ധമായി വിളഞ്ഞിരുന്ന ഒരു ഊരുണ്ടായിരുന്നു. അതാണ് പഴയ പൂപത്ത് ഊര്, ഇന്നത്തെ പൂവത്തൂർ ഗ്രാമം. ഓക്കെ. ഈ പന്തം കൊണ്ട് കുത്തുന്ന വിള, പന്തം വിള, ഇതിൻ്റെ ആധാരത്തിൽ ഈ ഇന്നിമസ് നിൽക്കുന്ന ഭൂമി ഈ പന്തം വിളയായിരുന്നു. ഇപ്പോഴും അതിൻ്റെ പേര് പന്തം വിള എന്നാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് പന്തം വിള. യെസ്, 8.5 ഏക്കർ ഈ അമ്പലത്തിൻ്റെ ഭൂമിയായിരുന്നു ഇത്. ഇവിടെയായിരുന്നു ഇതിനെ മാറ്റുന്ന കൽപ്പകം ഉണ്ടായിരുന്നു. ഈ പന്തം കുത്തുന്ന വിള, ഈ മണ്ണ് ഈ ഊർജ വ്യതിയാനത്തിൻ്റെ ഓർമ്മകൾ കൃത്യമായിട്ടും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയായിരുന്നു നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്ന ഭൂമിയാണത്. ഈ ഇത്രയും വർഷം ഞാനിത് വാങ്ങുമ്പോൾ 7-മത്തെയോ 8-മത്തെയോ കൈവഴി കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ ഇത് കിട്ടുന്നത്. അത് ചരിത്രപരമായ ഒരു നിയോഗമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഞാനിവിടെ വന്നിട്ട് ഈ ഓരോ സ്ഥലത്ത് ഓരോ കെട്ടിടം കെട്ടാൻ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ കണ്ണടച്ച് നോക്കുമ്പോൾ കാണുന്ന സ്ഥലത്താണ് ഈ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നത്. ഒരു സമയത്ത് ഇത്തരം ആക്ടിവിറ്റീസ് ഇവിടെ വളരെ ഭംഗിയായി നടന്നിരുന്നു. പിന്നെ ഇവിടെ ഒരു കളരിയുമുണ്ട്. ആ കളരി നിൽക്കുന്ന സ്ഥലം ഞാൻ ഇതിൽ എൻ്റെ മനസ്സിൽ കണ്ടിട്ട് ഞാൻ എഞ്ചിനീയറോട് പറഞ്ഞു ഇവിടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഒരു കാരണവശാലും അത് പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞു അവരൊക്കെ മണ്ണ് കുറച്ച് വെട്ടി മാറ്റി നിങ്ങൾ അവിടെ തന്നെ ചെയ്യുക. കാരണം ഇങ്ങനെ ചെങ്കുത്തായൊരു സ്ഥലത്താണ് അത് നിൽക്കുന്നത്. പക്ഷേ കട്ട് ചെയ്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞു ഇത് ലൂസ് ഓയിലാണ്. അപ്പോൾ ഒരു സമയത്ത് അവിടെ ഇത് എംറ്റി സ്പേസ് ഉണ്ടായിരുന്നത് പിന്നെ മണ്ണ് വീണ് അതിങ്ങനെ മല ചരിവായിട്ട് കിടന്നതാണ്. അവിടെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഭൂമിയിൽ ഒരു കുളമുണ്ട്. അത് നോക്കുമ്പോൾ ഇത് അതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. ഒരു സമയത്ത് ഇതെല്ലാം വളരെ സജീവമായി ഉപയോഗിച്ചിരുന്നൊരു ഭൂമിയാണത്. ഇപ്പോൾ സംഭവിക്കുന്നത്, ഞാനിത് 2019 തുടങ്ങിയത്, 20 അടച്ചു, കാരണം കോവിഡ്. പിന്നെ 22 തുറന്നത്. ആ 22 മുതൽ ഇന്നിപ്പോൾ 25 ആണ്ടാണ്. ഈ 3 വർഷത്തിനിടയ്ക്ക് 1500-ൽ പരം ആൾക്കാർ 59 രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞു. എനിക്ക് കൂടുതലും വിദേശികളാണ് ഇതിനെ തേടി വരുന്നത്, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വരുന്നത്. കാരണം ഇവരുടെ മെമ്മറിയിൽ, അവരുടെ ജീനിൽ ഇതുണ്ട്. അത് ഏതെങ്കിലും വിധത്തിൽ ട്രിഗർ ആവും. സോ അവർക്കൊരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും. ആ റെസ്റ്റ്ലെസ് ആകുമ്പോൾ അവരുടെ ആ ഒരു അന്വേഷണം ഏതെങ്കിലും വിധത്തിൽ ഇവിടെ വരുന്നു. ഇവിടെ വരുമ്പോൾ അവർ പറയും, കൂടുതൽ ആൾക്കാരും പറയും എന്തോ ഒരു എന്താ പറയുക ഒരു ചേർച്ച വരുന്നു, എവിടെയോ കണ്ടുമറന്നൊരു വൈബ്രേഷൻ വരും. യെസ്.